ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകാറുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ഗാന്ധി ക്വിസിൻ്റെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഗെയിൽസ് ആണ്. ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയികളായി സെലക്ട് ചെയ്യപ്പെട്ടവർ മിൻഹ, തൻവി കൃഷ്ണ എം, തൊയ്ബ എച്ച്, ശ്രീബാല, ഫൈഹ കെ ടി, സൂര്യനന്ദ്, റിയാന റഷീദ്, അനീഷ കെ, സന, ജമീൻ, അമയ എസ്. ഇവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം തുളസീദാസ രാമായണം. അതായത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് തുളസീദാസ രാമായണമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1920. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1920. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1920. വീഡിയോയിലെ മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 61-ാം വയസ്സിൽ. ഗാന്ധിജി തൻ്റെ 61-ാം വയസ്സിലാണ് ദണ്ഡിയാത്ര നടത്തിയത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 61. വീഡിയോയിലെ നാലാം ചോദ്യം. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? ഇത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീപ്പായ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വടകരയാണ്. അതായത് 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകരയിൽ വെച്ചാണ്. കുട്ടിയുടെ പേര് മറക്കരുത്. കൗമുദി എന്നാണ് കുട്ടിയുടെ പേര്. ആഭരണങ്ങൾ നൽകിയ സ്ഥലം വടകര. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1915. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം 1915 ആണ്. ഉത്തരം 1915. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? ഉത്തരം സർവോദയ. അതായത് അൺ ടു ദി ലാസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പേരാണ് സർവോദയ. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ്?
ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എല്ലാ വർഷങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം 1888 ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1888. വീഡിയോയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയെ നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മാവ് ജിദേവെ. അതായത് ഗാന്ധിജിയെ നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്തിൻ്റെ പേരാണ് ചോദിച്ചത്. ഉത്തരം മാവ് ജിദേവെ എന്നാണ്. വീഡിയോയിലെ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഗാന്ധിജി നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ എത്ര വർഷമാണ് ഗാന്ധിജി ഉണ്ടായിരുന്നത്? നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ചിലവഴിച്ചത് 3 വർഷമാണ്. അതായത് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്? 3 വർഷം. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആങ് സാൻ സുചി. അതായത് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സുചി എന്ന് പറയുന്ന ആളാണ്. ഇവർ ഒരു ബർമീസ് പൊളിറ്റീഷ്യനും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരിയുമാണ്. വീഡിയോയിലെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാവ്ജി ദവയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജിയെ നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്താണ് മാവ് ജിദേവെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാവ് ജിദേവയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ജോഷിജി. അതായത് മാവ് ജിദേവയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേരാണ് ജോഷിജി എന്ന് പറയുന്നത്. ആരാണ് മാവ് ജിദേവെ എന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, അതുകൂടി ഓർത്തിരിക്കുക. വീഡിയോയിലെ 12ാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ആ ആശ്രമത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാം. ടോൾസ്റ്റോയ് ഫാം എന്ന ഗാന്ധിജി നിർമ്മിച്ച ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കുക, ടോൾസ്റ്റോയ് ഫാം എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ജോഹന്നാസ്ബർഗിലാണ്. 13ാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്താണ്? ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. അതായത് ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് എന്നത്. അപ്പോൾ ഗാന്ധിജി സ്ഥാപിച്ച 2 ആശ്രമത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത് ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാം, രണ്ടാമത്തേത് ഡർബനിൽ സ്ഥാപിച്ച ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം ഒരു വർഷവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് വർഷമാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷമേത്? ഉത്തരം 1893. അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷമാണ് 1893. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം 1888 അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893 ഈ 2 വർഷങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
വീഡിയോയിലെ 15-ാം ചോദ്യത്തിലേക്ക് കടക്കാം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? ഉത്തരം അബ്ദുൾ സേഠ്. അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയ ആളുടെ പേരാണ് അബ്ദുൾ സേഠ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് UP ഹൈസ്കൂൾ ലെവലിൽ. അപ്പോൾ UP ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഈ വീഡിയോയിൽ തന്നെ ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഓർമ്മയുള്ളവരെല്ലാം കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം: ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഈ വീഡിയോയിൽ തന്നെയുള്ള ചോദ്യമാണ്. എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായും കാണുക. കാരണം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളെല്ലാം നമ്മൾ അതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര്, അതുപോലെ തന്നെ ജനിച്ച വർഷം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബേസിക് ആയ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കി ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.